നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണർ പാലക്കാട് നിന്നും തൃശൂരിലെ പരിപാടിക്ക് പങ്കെടുക്കാൻ യാത്ര തിരിച്ചതു മുതൽ കരിങ്കൊടിയുമായി SFI റോഡിലേക്ക് ഇറങ്ങിയതാണ്. വേർ എവർ യു ഗോ ഐ ആം ദേർ എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ SFIക്കാരുടെ അവസ്ഥ. അവരുടെ പ്രധാന ജോലി ഇപ്പോൾ ഗവർണർക്ക് എസ്കോർട്ട് പോകുകയാണ്. കൂടെ പ്രസിദ്ധമായ കരിങ്കൊടിയും ഉണ്ടാകും. ഇപ്പോൾ ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തുവരികയാണ്. ഗവർണർക്കെതിരെ കരിങ്കൊടി കാട്ടി പ്രതിഷേധിക്കാൻ ശ്രമിച്ച 55 SFI പ്രവർത്തകരാണ് അറസ്റ്റിലായത്. 41 പേർക്കെതിരെ കരുതൽ തടങ്കലിനും SFI ജില്ലാ സെക്രട്ടറി ജിഷ്ണു സത്യൻ, കൃഷ്ണപ്രസാദ് എന്നിവർക്കെതിരെ പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും പോലീസ് കേസെടുത്തു. മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ബിരുദദാന ചടങ്ങിനും പാവറട്ടി പേനകം ശ്രീ ഗുരുദേവ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ 20ാം വാർഷിക ആഘോഷ ചടങ്ങിനും പോകുമ്പോഴായിരുന്നു ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി SFI ഇരച്ചെത്തിയത്. എല്ലാവരെയും ജാമ്യത്തിൽ വിട്ടു. ഗവർണറുടെ വാഹനം എത്തുമ്പോഴേക്കും പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഒരിടത്തും യാത്രയ്ക്ക് തടസ്സം നേരിട്ടില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. രാവിലെയായിരുന്നു മെഡിക്കൽ കോളേജിലെ ചടങ്ങ്. ഇതിനായി തിരൂർ ക്ഷേത്ര പരിസരം മുതൽ വിവിധ സ്ഥലങ്ങളാണ് SFI പ്രതിഷേധത്തിനായി ഒരുങ്ങിയത്. വെളപ്പായ റോഡിലായിരുന്നു ആദ്യം കരിങ്കൊടി കാണിച്ചത്. 10 പേർ വീതം മുളങ്കുന്നത്തുകാവ് മേൽപ്പാലത്തിലും ചൈന ബസാറിലും മെഡിക്കൽ കോളേജ് പരിസരത്തുമുണ്ടായിരുന്നു. 30ഓളം വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ഗവർണർ വന്നത്. വാഹനങ്ങളുടെ മുന്നിലേക്ക് പാഞ്ഞെടുത്ത പ്രവർത്തകരെ ഉടൻ പോലീസ് കീഴടക്കി. കസ്റ്റഡിയിലെടുത്തവരിൽ വനിതാ പ്രവർത്തകരും ഉണ്ടായിരുന്നു. സമരക്കാരുടെ മുഖത്തും കണ്ണിലും മർദ്ദിച്ചെന്നാരോപിച്ചു പോലീസ് സ്റ്റേഷനിലും പ്രവർത്തകർ പ്രതിഷേധിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ അടക്കം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നു. കടകളിൽ മറഞ്ഞിരുന്ന് വാഹന വ്യൂഹത്തിനടുത്തെത്തി പ്രതിഷേധിച്ചവരെ മൽപിടുത്തത്തിലൂടെയാണ് പോലീസ് കീഴടക്കിയത്. മെഡിക്കൽ കോളേജിൽ 43 SFI പ്രവർത്തകരെയാണ് കസ്റ്റഡിയിലെടുത്തത്. വൈകിട്ട് അന്നക്കരയിലും പേനകത്ത് നിന്നുമായി 12 പേരെയാണ് പാവറട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചൊവ്വാഴ്ച രാത്രി ടൗൺ ഹാൾ പരിസരത്ത് നിന്ന് 5 പേരെ പിടികൂടി കരുതൽ തടങ്കലിലാക്കിയിരുന്നു. ഇരിങ്ങാലക്കുടയിൽ ഒരു പരിപാടി കൂടെ ഗവർണർക്കുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം എറണാകുളത്തേക്ക് മടങ്ങും. മാത്രമല്ല SFI പ്രവർത്തകർക്ക് ഇതിനിടയിൽ ഒരു അബദ്ധവും കൂടി സംഭവിച്ചു. അതായത് ഗവർണറുടെ വാഹനമാണെന്ന് കരുതി ആംബുലൻസിന് ഇവർ കരിങ്കൊടി കാണിച്ചു. പാലക്കാട് കാഴ്ചപ്പറമ്പിലായിരുന്നു ഈ സംഭവം നടന്നത്. ദേശീയപാത 544 സൈറനിട്ട് വന്ന വാഹനം ഗവർണറുടേതാണെന്ന് തെറ്റിദ്ധരിച്ച് SFIക്കാർ കരിങ്കൊടി കാണിക്കുകയായിരുന്നു. കഞ്ചിക്കോട്ടും ഗവർണർക്കെതിരെ ഇന്ന് SFIയുടെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. ഗവർണർ കഞ്ചിക്കോട്ടെ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയപ്പോഴായിരുന്നു പ്രതിഷേധം. SFI ജില്ലാ പ്രസിഡന്റ് അരുൺ ദേവിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നത്. എന്തായാലും ഇപ്പോൾ 55 SFI പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് എന്ന അതിപ്രധാനമായ വിവരമാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.